അബ്ദുൾ റഷീദ്, തുടർച്ചയായി ഇന്ത്യക്കെതിരെ പ്രകോപനം തുടരുന്ന സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. ഇതിനും മറുപടി നൽകുകയാണ് ഇന്ത്യ. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? അസിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടുള്ള പ്രകോപനങ്ങൾ തുടർന്ന സാഹചര്യത്തിലാണ് കനത്ത തിരിച്ചടിയുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്നത്. നിലവിൽ നേരത്തെ ഈ ലാഹോറിലെ വിവിധ മേഖലകളിൽ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ലാഹോറിലെ പാകിസ്ഥാനിൻ്റെ വ്യോമ സംവിധാനം തകർത്തിരിക്കുന്നു എന്നൊരു വിവരം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അതോടൊപ്പം സുരക്ഷാ സേനയും വിശദീകരിക്കുന്നത്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാറുകൾ പൂർണ്ണമായും തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് ആയിട്ടുള്ള പ്രധാനമായും മിസൈലുകളും അതോടൊപ്പം ഇത്തരത്തിൽ ഡ്രോൺ മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഇന്ത്യൻ സൈന്യത്തിന് നേരെയും അതോടൊപ്പം പൂഞ്ചിലെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും ഷെല്ലാക്രമണം നടത്തുന്ന ഒരു സാഹചര്യം പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ഇതിനൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടി എന്ന നിലക്കാണ് ഇത്തരത്തിൽ വ്യോമസേനയുടെ അല്ലെങ്കിൽ വ്യോമ സംവിധാനം പൂർണ്ണമായും തകർത്തുകൊണ്ട് ഇന്ത്യ വലിയ പ്രഹരം ഇപ്പോൾ പാകിസ്ഥാന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ വീണ്ടും വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ നിലവിൽ ഇപ്പോഴും പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇന്ന് രാവിലെയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. അതായത് പാകിസ്ഥാന്റെ നിരവധിയായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സൈന്യം ഏറ്റെടുക്കുകയും ഇന്റലിജൻസ് വിഭാഗം അടക്കം അലേർട്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എടുത്തതിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് പാക് വിമാനങ്ങൾ പുറത്തോട്ട് അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്നും മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും തുടരുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അത് പരിശോധിക്കാനും അതോടൊപ്പം റഡാറുകളിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളുടെയും അതോടൊപ്പം മിസൈലുകളുടെയും ഒരു സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ശക്തമായിട്ടുള്ള പ്രതിരോധം ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായി. നാവികസേനയുടെ വ്യോമസേനയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായതിന് പിന്നാലെ ഇപ്പോൾ ഈ ഡ്രോണുകളും അതോടൊപ്പം ഈ മിസൈലുകളൊക്കെ തന്നെയും നിർവീര്യമാക്കുന്ന ഒരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ പാകിസ്ഥാന്റെ ഒരു തിരിച്ചടി നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിലും അതോടൊപ്പം പഞ്ചാബിലെ വിവിധ അതിർത്തി മേഖലകളിലും സൈന്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളാണ് എന്നൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ സൈന്യവും മുന്നോട്ട് പോകുന്നത്. എന്നാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുമുള്ള തുടർ നടപടികൾ അതിനെ ശക്തമായിക്കൊണ്ട് തന്നെ നേരിടുക എന്നുള്ളതാണ് സൈന്യത്തിന്റെ മുന്നിലുള്ള പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആ സൈന്യത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ 24 മണിക്കൂറും അതിർത്തി മേഖലകളിലും അതോടൊപ്പം മറ്റു മേഖലകളിലൊക്കെ തന്നെയും അതീവ സുരക്ഷയും അതോടൊപ്പം നിരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ജാഗ്രത പുലർത്തുന്ന ഇതിന്റെ ഒരു ഫലം തന്നെയാണ് ഡ്രോണുകളും അതോടൊപ്പം മിസൈലുകളും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് ആയത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുകയും വ്യോമ റഡാറുകളുമായി ബന്ധപ്പെട്ട ഈ കെട്ടിടങ്ങളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ഈ ഒക്കെ തന്നെയും തകർക്കുന്ന ഒരു ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെ കനത്ത പ്രഹരം വീണ്ടും ഇന്ത്യ അടിച്ചേൽപ്പിക്കുന്നു എന്നത് തള്ളിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ കരസേന മേധാവി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ട് ഇന്ത്യൻ സേന മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഈ ലാഹോറിലെ വിവിധ മേഖലകളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. കറാച്ചിയിലും ഇതുമായി ബന്ധപ്പെട്ട സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സേന തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാറുകൾ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു ആക്രമണം നിരീക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ എടുക്കാൻ ഇനി പാകിസ്ഥാന് ആവില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ റഫേൽ ജാഗ്വർ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ അതോടൊപ്പം മറ്റു മിസൈലുകളൊക്കെ തന്നെ പാകിസ്ഥാന്റെ അതിർത്തി
മേഖലകളിലേക്ക് കടക്കുന്നത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വ്യോമ റഡാറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയും അതുമായി ബന്ധപ്പെട്ട റഡാറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റഡാർ കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലകൾ അതായത് ഈ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വലിയ തിരിച്ചടി പാകിസ്ഥാന് ഏറ്റുവാങ്ങേണ്ടിയും വന്നിരിക്കും. എന്തായാലും നേരത്തെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായി തന്നെ നേരിടുമെന്നുള്ള കാര്യം നേരത്തെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം വിവിധ സേനാ വിഭാഗങ്ങളും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമ സംവിധാനം തകർത്തുകൊണ്ടുള്ള ഒരു നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും റഷീദ്, പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അവർക്കും അതിൽ പ്രതിരോധം തീർത്തേ മതിയാകും. അപ്പോൾ ആ നിലയിലുള്ള തുടർചലനങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ സർക്കാരും ഏത് നിലയിൽ അത്തരം സാഹചര്യങ്ങളോട് ജാഗ്രത പുലർത്തുകയും അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്? അസിത, തീർച്ചയായും ഈ പാകിസ്ഥാന്റെ വ്യോമ സംവിധാനം തകർത്ത ഒരു സാഹചര്യത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള സമയങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ചും ഈ വ്യോമ സംവിധാനം തകർത്ത സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഇന്ത്യൻ സൈന്യത്തിന് നേരെയും അതോടൊപ്പം ഇന്ത്യയിലേക്കും ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്.